ഇത് കൈപ്പയ്ക്കയാണ് കേട്ടോ. കാട്ടുപാവൽ, കൈപ്പയ്ക്ക എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒറിജിനൽ പാവയ്ക്ക ഇതാണ്. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നമുക്കിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് നട്ടു വളർത്തുകയോ അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇത് തന്നെ മുളച്ചു വരും. എവിടെയെങ്കിലുമൊക്കെ ചുറ്റി പടർന്ന് വളർന്ന് അതിൽ ധാരാളം കായ്കൾ ഉണ്ടായി കിട്ടും. സാധാരണ പാവല് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതൊരു 4-5 മാസത്തോളം മാത്രമേ നമുക്ക് വിളവ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. ഇതൊരു ചെടി തന്നെ മുളച്ചു വരും. ആ ചെടി മുളച്ചു വന്നാൽ ഒരു വർഷത്തിലധികം നമുക്ക് കായ്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിർത്താതെ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെയധികം കയ്പ്പാണ്, നല്ല കയ്പ്പ് കൂടുതലാണ്. ഇതിന്റെ ഇലകൾക്ക് കടുത്ത പച്ച നിറമാണ് കേട്ടോ. അതുപോലെ പാവയ്ക്ക ഉണ്ടാക്കി കിടക്കുന്നത് നീളമുള്ള വള്ളികളിലാണ്. എത്രയധികം വളങ്ങൾ ഇട്ട് കൊടുത്താലും ഈ പാവയ്ക്കയുടെ വലിപ്പം ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കറികൾ ഉണ്ടാക്കുന്നതിനും തോരൻ ഉണ്ടാക്കുന്നതിനും കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു പാവയ്ക്കയാണ് കേട്ടോ ഇത്.